ഇരുൾ വീണുകൊണ്ടിരിക്കുന്ന വിജനമായ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന 7 സുഹൃത്തുക്കൾ. പെട്ടെന്ന് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രകാശം. അതിലൊരാൾ ആ പ്രകാശം എന്താണെന്ന് നോക്കാൻ പോയി. നിർഭാഗ്യവശാൽ അവനെ ആ പ്രകാശം തന്റെ ഉറവിടത്തിലേക്ക് വലിച്ചെടുത്തു. ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ ആ കുറ്റം തങ്ങളുടെ തലയിലാകുമെന്ന് ആ 6 സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. വെൽക്കം ബാക്ക് ടു ജാങ്കോ സ്റ്റോറി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. കൂടാതെ ഈ കഥ മുഴുവനും നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ്. നമുക്ക് തിരിച്ച് കഥയിലേക്ക് പോകാം. വർഷം 1975. അരിസോണയ്ക്കടുത്തുള്ള 1200ഓളം ഏക്കർ ഏരിയ വരുന്ന വനത്തിലെ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള കോൺട്രാക്ട് ട്രാവിസ് വാൾട്ടൺ ജോലി ചെയ്യുന്ന കമ്പനിക്കാണ് ലഭിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മരമുറി തകൃതിയായി നടന്നു. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് ട്രാവിസ് ഹെഡും കൂടെയുള്ള 6 പേരും തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. വിജനമായ വനമാണ്. നേരം ഇരുട്ട് വീണു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ പോലെ അവരുടെ കളിയും ചിരിയും തമാശയുമെല്ലാം വണ്ടിക്കകത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. അവർ യാത്ര ചെയ്യുന്നതിന് വലതുഭാഗത്തായി കുറച്ചുയരത്തിൽ മരങ്ങൾക്കിടയിലൂടെ ഒരു പ്രകാശം കണ്ടു. ആദ്യം അവർ കരുതിയത് അത് ചന്ദ്രന്റെ പ്രകാശമായിരിക്കുമെന്നാണ്. പക്ഷേ കൂടെ കൂടെ ആ പ്രകാശത്തിന്റെ വലുപ്പം കൂടിക്കൂടി വന്നു. അവരുടെ കൂട്ടത്തിൽ കുറച്ച് ജിജ്ഞാസയും ധൈര്യവും കൂടുതലുള്ള വ്യക്തിയായിരുന്നു ട്രാവിസ് വാൾട്ടൺ. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ആ പ്രകാശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി അങ്ങോട്ട് ഓടി. പിന്നിൽ വണ്ടിയിലിരിക്കുന്നവർ ട്രാവിസ് വാൾട്ടനോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് പോകരുത്, അപകടമാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ ട്രാവിസ് വാൾട്ടൺ മുന്നോട്ട് തന്നെ ഓടി. ഇപ്പോൾ ആ പ്രകാശം പരത്തുന്ന വസ്തു കുറച്ചു താഴെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ആ കാഴ്ച ട്രാവിസ് വാൾട്ടനും വണ്ടിയിലിരുന്നവരും കണ്ടത്. പറക്കുന്നൊരു തളിക. അതെ, പറക്കും തളിക. ട്രാവിസ് വാൾട്ടൺ രണ്ടാമതൊന്നും ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും ആ വസ്തുവിൽ നിന്ന് വലിയൊരു പ്രകാശം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പതിച്ചു. ഈ രംഗം കണ്ടപ്പോഴേക്കും വണ്ടിയിലിരുന്നവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലിരുന്ന ആൾ മറ്റാരോടും അഭിപ്രായം ആരായാതെ വണ്ടി മുന്നോട്ട് അതിവേഗത്തിൽ പായിച്ചു. കുറച്ചു മുന്നിലെത്തിയപ്പോൾ അതിലൊരാൾ ഡ്രൈവറോട് പെട്ടെന്ന് വണ്ടി തിരിച്ച് ട്രാവിസ് വാൾട്ടന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞു. അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ വണ്ടി തിരിച്ച് അവസാനമായി ട്രാവിസ് വാൾട്ടനെ കണ്ടയിടത്തെത്തി. എന്നിട്ടവർ ട്രാവിസ് വാൾട്ടനെ ഉറക്കെ വിളിച്ചു. പ്രതികരണമൊന്നും കാണാത്തതുകൊണ്ട് അവർ ട്രാവിസ് വാൾട്ടന്റെ ശരീരത്തിലേക്ക് വെളിച്ചം പതിച്ച ആ സ്ഥലത്തേക്ക് ധൈര്യപൂർവ്വം നടന്നു. പക്ഷേ അവിടെയും ട്രാവിസ് വാൾട്ടനെ കണ്ടെത്താനായില്ല. ആ നിമിഷം അവരുടെ എല്ലാവരുടെയും മനസ്സിൽ നിരാശയും ഭയവും അതിഭീകരമായി അനുഭവപ്പെട്ടു. ഒരാൾ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരമറിയിക്കണം. പക്ഷേ കുറച്ചുപേർ അതിനെ എതിർത്തു. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. ആദ്യത്തേത് പറക്കും തളികയുടെ കാര്യം. ഒരു പറക്കും തളിക വന്ന് ട്രാവിസ് വാൾട്ടനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വിശ്വസിക്കുമോ? അടുത്തത് തങ്ങൾക്കെതിരെ ഒരു കൊലപാതക ആരോപണം തന്നെയായിരിക്കുമെന്ന് അവർക്കറിയാം. പക്ഷേ കുറച്ചു നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ അവർ പോലീസിനെ വിളിക്കാമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ അവിടെ പോലീസ് എത്തി കാര്യങ്ങളെല്ലാം വിശദമായി ഇവരോട് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ട്രാവിസ് വാൾട്ടനെ കാണാതായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് തിരഞ്ഞു. പക്ഷേ അവർക്കൊരു തുമ്പും കിട്ടിയില്ല. എന്നാൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ പോലീസ് ട്രാവിസ് ഹെഡിനെ കാണാതായി എന്ന് പറയപ്പെടുന്ന കാടിന് മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. പക്ഷേ അവിടെയും ഫലം പരാജയം തന്നെയായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ അവർ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു തുടങ്ങി. ഒരു മിസ്സിംഗ് കേസ് പൊടുന്നനെ കൊലപാതകമാണോ എന്ന് പോലീസ് ചിന്തിച്ചു. അങ്ങനെ ട്രാവിസിന്റെ ആ 6 സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പോലീസിന്റെ ഓരോ ചോദ്യങ്ങളും അവരെ നിരാശപ്പെടുത്താനും അതിനുപരി ഭയപ്പെടുത്താനും തുടങ്ങി. ട്രാവിസിനെ നിങ്ങൾ എങ്ങനെയാണ് കൊന്നത്, എവിടെയാണ് കുഴിച്ചുമൂടിയത് എന്ന രീതിയിലായി പോലീസിന്റെ ചോദ്യങ്ങൾ. അതിനുശേഷം ആ 6 പേരെയും നുണപരിശോധനാ ടെസ്റ്റ് നടത്തി. അതിലെല്ലാവരും വിജയിക്കുകയും ചെയ്തു. അപ്പോഴും ആ ചോദ്യം മാത്രം അവിടെ ബാക്കി നിന്നു. എവിടെയാണ് ട്രാവിസ് വാൾട്ടൺ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇനി കൊല്ലപ്പെട്ടോ? അതോ ഇവർ പറഞ്ഞതുപോലെ അന്യഗ്രഹ ജീവികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയോ? അങ്ങനെ ശൂന്യതയിൽ നിൽക്കുകയാണ് പോലീസും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും. ട്രാവിസിനെ കാണാതായിട്ട് 5 ദിവസമായി. ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ട്രാവിസിന്റെ സഹോദരിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോൾ എടുത്ത ട്രാവിസിന്റെ സഹോദരി ഒന്ന് ഞെട്ടി. മറുപുറത്ത് സാക്ഷാൽ ട്രാവിസ് വാൾട്ടൺ. അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ബോധം വന്നപ്പോൾ ഞാനൊരു റോഡിന്റെ സൈഡിൽ കിടക്കുകയാണ്.
പക്ഷേ എനിക്ക് ആ കാഴ്ച വ്യക്തമായി കാണാൻ പറ്റിയിരുന്നു. ഒരു പറക്കും തളിക എന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നകലുന്നത്. അപ്പോൾ ഈ 5 ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് തന്നെ കാണാതായിട്ട് 5 ദിവസമായെന്ന് ട്രാവിസ് അറിയുന്നത്. ഇത് വളരെ അത്ഭുതത്തോടെയാണ് ട്രാവിസ് കേട്ടത്. ഈ 5 ദിവസം താൻ എവിടെയായിരുന്നു? തനിക്ക് ബോധം നഷ്ടപ്പെടുന്നതിന് മുന്നേയുള്ള കാര്യങ്ങൾ ട്രാവിസ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ആ പറക്കും തളികയിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശമാണ് തന്റെ ശരീരത്തിൽ പതിച്ചത്. നിമിഷ നേരം കൊണ്ട് തന്റെ ബോധവും നഷ്ടപ്പെട്ടു. പിന്നെ തനിക്ക് ബോധം വരുമ്പോൾ ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററിന് സമാനമായ ഒരു സ്ഥലത്താണ് താൻ കിടക്കുന്നത്. തനിക്ക് ചുറ്റും മാസ്കുകൾ ധരിച്ച 3 പേർ നിൽക്കുന്നുണ്ട്. അതിലൊരാൾ മാസ്ക് അഴിച്ചപ്പോഴാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. അത് മനുഷ്യനല്ല. ശരീരത്തിന് ചേർച്ചയില്ലാത്ത വലിയ തലകൾ, ഉണ്ട കണ്ണുകൾ, തലയിൽ മുടിയില്ല, വളരെ ചെറിയ ഉടൽഭാഗം, ശരീരം നീല നിറത്തിലും. ഇതെല്ലാം കണ്ട് അദ്ദേഹം വളരെ ഭയന്നുപോയിരുന്നു. തന്റെ അരികിലുള്ള വസ്തു എടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു. അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. പക്ഷേ അവർക്കൊരു ഭാവവ്യത്യാസവും വന്നില്ല. കുറച്ചുനേരം അവർ ട്രാവിസിനെ നോക്കി നിന്നു. പിന്നെ അവർ ആ റൂമിന് പുറത്തിറങ്ങി. അതിനുശേഷം അദ്ദേഹം ആ റൂം മുഴുവൻ കണ്ണോടിച്ചു. ആ റൂമിന്റെ അരികിലായുള്ള ഒരു കസേരയിൽ അദ്ദേഹത്തിന്റെ കണ്ണുടക്കി. ഒരുപാട് സ്വിച്ചുകളുള്ള കസേര. പക്ഷേ ട്രാവിസിന് അതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല. എന്നിട്ടും അദ്ദേഹം ഓരോ സ്വിച്ചുകളും മാറി മാറി ഞെക്കി നോക്കി. ഒന്നും സംഭവിച്ചില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ താനിരിക്കുന്ന മുറിയിലേക്ക് സ്പേസ് സ്യൂട്ടിന് സമാനമായി ധരിച്ചിരിക്കുന്ന എന്തോ ജീവി നടന്നു വരുന്നു. ഒറ്റ നോട്ടത്തിൽ മനുഷ്യനോട് വളരെയേറെ സാമ്യം തോന്നും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ട്രാവിസ് അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് തനിക്കെന്താണ് സംഭവിക്കുന്നതും തന്നെ അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നും ആ ജീവിയോട് പറയുന്നുണ്ട്. പക്ഷേ യാതൊരു പ്രതികരണവും അതിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവി ട്രാവിസിനോട് താൻ മുന്നേ കടന്ന ആ ടേബിളിൽ കയറി കടക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു വാതകം അദ്ദേഹത്തെ ശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നെ തനിക്ക് ബോധം വരുമ്പോൾ ആ റോഡരികിലാണ് കിടക്കുന്നതെന്നാണ് ട്രാവിസ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്നിലധികം തവണ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം പോലും നുണയാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ട്രാവിസ് പറയുന്നത് സത്യമാണോ അതോ ഏലിയനുകൾ മിത്താണോ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ ഒരു ചെറിയ വിടവാങ്ങൽ. ദിസ് ഈസ് ജാങ്കോ സ്റ്റോറി.